നമസ്കാരം. ഇവരാണോ രക്തസാക്ഷികൾ? ഇവരെ രക്തസാക്ഷികളായിട്ട് അവരോധിച്ച് ആഘോഷിക്കുന്നത് കാണുമ്പോൾ അപമാനം തോന്നുന്നു. ഇവരെ രക്തസാക്ഷികളായിട്ട് അംഗീകരിക്കാൻ കഴിയുന്നുമില്ല. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവാണ് ഈ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രമുഖനായ നേതാവ്, CPIയുടെ പ്രമുഖനായ നേതാവ് സി ദിവാകരനാണ് പാനൂർ രക്തസാക്ഷികൾക്ക് വേണ്ടിയിട്ട് സ്മാരകം നിർമ്മിക്കുന്ന CPMന്റെ നിലപാടിനെ വിമർശിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും രക്തസാക്ഷി എന്നത് നമ്മളെ രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും, നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ രാജ്യത്തിനു വേണ്ടി പടപൊരുതി മരിക്കുന്ന ജവാന്മാരെ നമ്മൾ ബഹുമാനത്തോടെ രക്തസാക്ഷികളെന്നാണ് ആദരിക്കുന്നത്. അവരെ അങ്ങനെയാണ് വിളിക്കുന്നത്, അവരങ്ങനെയാണ് നമ്മൾ ആദരിക്കുന്നത്. നമ്മുടെ മനസ്സുകൊണ്ട് അവർക്ക് ബാഷ്പാഞ്ജലി അർപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ രാജ്യത്തിനു വേണ്ടി മരിക്കുന്ന ജവാന്മാരെ രക്തസാക്ഷികളായി നമ്മൾ അംഗീകരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികൾ അവിടെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി അവർക്ക് വേണ്ടിയല്ലാതെ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി മരിക്കുമ്പോഴും, നമ്മൾ വലിയ വിപ്ലവങ്ങൾ നടത്തുമ്പോൾ, വലിയ സമരങ്ങൾ നടത്തുമ്പോൾ, സമരത്തിന്റെ ഭാഗമായിട്ട് മർദ്ദനങ്ങൾ ഏൽക്കുമ്പോൾ, അങ്ങനെ മർദ്ദനമേറ്റ് കിടക്കുമ്പോൾ അതിൽ കൊല്ലപ്പെടുകയാണെങ്കിൽ അവരെ നമ്മൾ രക്തസാക്ഷികളായിട്ട് അംഗീകരിക്കാറുണ്ട്, നമ്മൾ ബഹുമാനിക്കാറുണ്ട്. എന്നാൽ CPMന്റെ രക്തസാക്ഷികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് പുച്ഛമാണ് തോന്നുന്നത്. കേരള ജനതയ്ക്കും പുച്ഛമാണ് തോന്നുന്നത്. പാർട്ടിക്ക് മാത്രമാണ് അതിൽ ഒരു ബഹുമാനം തോന്നുന്നത്. പാർട്ടി ക്രിമിനലുകളെ രക്തസാക്ഷികളാക്കി ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അതിനെയാണ് CPIയുടെ വളരെ മുതിർന്ന നേതാവായ സി ദിവാകരൻ വിമർശിക്കുകയും പരിഹസിക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇവരെയൊക്കെ രക്തസാക്ഷികളെന്ന് പറയാൻ തന്നെ അപമാനം തോന്നുന്നു എന്നാണ് പറഞ്ഞത്. ഇതാണ് കേരളത്തിന്റെ അവസ്ഥ. പാനൂരിൽ ചെറ്റക്കണ്ടി കോക്രാട്ട് കുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് ബോംബ് നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ പാർട്ടി അക്രമങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട് ചില എതിർ രാഷ്ട്രീയ പാർട്ടികളുടെ കേന്ദ്രത്തിലോ വീട്ടിലോ എവിടെയോ ഒന്ന് ബോംബ് സ്ഫോടനം നടത്താൻ വേണ്ടിയിട്ട് ബോംബ് നിർമ്മിച്ചു കൊണ്ടിരിക്കുമ്പോൾ 2 CPM പ്രവർത്തകർ ബോംബ് പൊട്ടി മരിക്കുന്നു. 2015 സംഭവിച്ചതാണ്. അന്ന് അവിടെ ബോംബ് പൊട്ടി 2 പേർ മരിച്ചപ്പോൾ അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അതിനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. അവിടെ ബോംബ് നിർമ്മിച്ചത് പാർട്ടിക്കാരല്ല, ആ ബോംബ് പൊട്ടി മരിച്ചതും പാർട്ടിക്കാരല്ല, ചില ക്രിമിനലുകളാണ്. അവർ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി, ഗൂണ്ടാ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ബോംബ് നിർമ്മിച്ചതാണ്, പാർട്ടിക്ക് അതിനകത്ത് യാതൊരു പങ്കുമില്ല എന്നാണ് അന്ന് പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്. പക്ഷേ ഈ പറഞ്ഞ കോടിയേരി ബാലകൃഷ്ണൻ തള്ളിപ്പറഞ്ഞ ഈ ആൾക്കാരെ, ബോംബ് പൊട്ടി മരിച്ച CPM പ്രവർത്തകരെ അവരുടെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുമ്പോൾ അതിനെ എതിരേറ്റത് അന്നത്തെ പാർട്ടി സെക്രട്ടറിയായ P ജയരാജനാണ്. അതുകൊണ്ടാണ് ഇന്ന് P ജയരാജൻ ഇപ്പോഴും അതിനെ ന്യായീകരിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ കാണേണ്ടത് സി ദിവാകരൻ അതിനെ പരിഹസിച്ച് അതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് സംസാരിക്കുമ്പോൾ P ജയരാജൻ എന്നുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് അതിനെ അംഗീകരിച്ചുകൊണ്ട് ഇപ്പോഴും അതിനെ പിന്താങ്ങിക്കൊണ്ടാണ് രംഗത്ത് വന്നത്. അന്ന് ഇവരുടെ ബോഡി ഏറ്റുവാങ്ങിക്കൊണ്ടുവരികയും അവരെ പാർട്ടിയുടെ പേരിലുള്ള മണ്ണിൽ സംസ്കരിക്കുകയും ചെയ്തു. പാർട്ടിക്ക് CPMന് കണ്ണൂരിൽ അങ്ങനെ അവരുടെ സ്വന്തം ഭൂമിയുണ്ട്, അവരുടെ പേരിലുള്ള ഭൂമികളുണ്ട്. ആ ഭൂമിയിലാണ് അന്ന് സംസ്കരിച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ അവിടെ ഒരു മന്ദിരം നിർമ്മിക്കുകയും ഈ ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ മരിച്ചുപോയ 2 പേരുടെ സ്മാരകമായിട്ട് ഇപ്പോൾ നിർമ്മിക്കുക. ഇന്ന് അതിൻ്റെ ഉദ്ഘാടനം നടക്കുകയും ചെയ്യുകയാണ്. ആ ഉദ്ഘാടനം നടക്കുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ സി ദിവാകരൻ്റെ അഭിപ്രായത്തെ നമ്മൾ പ്രത്യേകമായിട്ട് കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPI ഇക്കാര്യത്തിൽ എന്ത് മറുപടി പറയും, എന്ത് നിലപാടെടുക്കും എന്നാണ് നമ്മൾ കാണേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ്. ബിനോയ് വിശ്വം സി ദിവാകരന്റെ അഭിപ്രായത്തോട് യോജിക്കുമോ വിയോജിക്കുമോ അവിടെയും നമ്മൾക്ക് കാണേണ്ടതുണ്ട്. പക്ഷേ P ജയരാജൻ ഇപ്പോഴും ന്യായീകരിക്കുന്നു. അവരെല്ലാം രക്തസാക്ഷികൾ തന്നെയാണ്, പാർട്ടിക്ക് വേണ്ടി തന്നെയാണ് ബോംബ് ഉണ്ടാക്കിയത്, പാർട്ടി പറഞ്ഞിട്ടാണ് ബോംബ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് അവർ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമാണത്, അതുകൊണ്ട് അതിനെ പാർട്ടി പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടും അതുകൊണ്ട് തന്നെ അവരെ രക്തസാക്ഷികളായിട്ട് തന്നെ കാണേണ്ടതുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ രക്തസാക്ഷികളാക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ പാർട്ടി സെക്രട്ടറി പറയുന്നത് ഞങ്ങൾ അവരെ രക്തസാക്ഷികളായിട്ട് കാണാൻ കഴിയില്ല, അവർ പാർട്ടിക്ക് വിരുദ്ധരാണെന്നാണ് പറയുന്നത്. എന്നാൽ ഇപ്പോൾ 1 മാസത്തിനകത്ത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കാലഘട്ടത്തിൽ ഇതേ പാനൂരിൽ തന്നെ ഒരു ചെറുപ്പക്കാരൻ ഇതുപോലെ ബോംബ് ഉണ്ടാക്കി
ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ പൊട്ടിത്തെറിച്ച് മരിച്ചിട്ടുണ്ട്. മറ്റൊരുത്തന്റെ കൈപ്പത്തി തെറിച്ച് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അവരെയും ഇന്നത്തെ പാർട്ടി സെക്രട്ടറി തള്ളി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരെയും നാളെ ഇവർ അംഗീകരിക്കും. അപ്പോൾ ഒരു ക്രിമിനൽ പാർട്ടിയായിട്ട് CPM, ക്രിമിനൽ പാർട്ടി എന്ന CPM എന്ന് പറയുന്നത് ക്രിമിനൽ പാർട്ടി മൂവ്മെന്റ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലാണ് പോകുന്നത്. പക്ഷേ ഇനി സി ദിവാകരന്റെ മറുപടി അല്ലെങ്കിൽ സി ദിവാകരന്റെ മറുപടിയുമായിട്ട് P ജയരാജൻ രംഗത്ത് വരുമോ? അത് ഇടതുമുന്നണിയെ എത്രമാത്രം ബാധിക്കും? CPM ഉം CPI തമ്മിലുള്ള ബന്ധത്തെ എങ്ങനെയെല്ലാം ബാധിക്കും? നമുക്ക് കാത്തിരിക്കാം.